പ്രളയവും കോവിഡും ചരിത്രത്തിനിടം പിടിച്ചേറെ എടുത്തു കഴിഞ്ഞ പോലെ ഒരു പേടി സ്വപ്നം എന്ന പോലെ യാഥാർത്ഥ്യത്തിന്റെ താളുകളിൽ തലയുയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷെ തലകുനിച്ചു പോയത് നാം മലയാളികളുടെ അതിജീവനത്തിനു മുൻപിൽ മാത്രമായിരിക്കാം. ഉരുൾപൊട്ടലും പെരുമഴയും പ്രളയവും പിടിച്ചു കുലുക്കുമ്പോൾ വെള്ളപ്പേജിൽ നിന്ന് വെള്ളിത്തിരയിലേക്ക് ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ ജീവൻ പോലും പണയം വെച്ച് ചില മനുഷ്യർ രാപ്പകലില്ലാതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സിനിമയെന്ന അടങ്ങാത്ത ആവേശത്തിന് പ്രതിസന്ധികൾക്ക് മുൻപിൽ തോൽക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. അതിനാൽ ഒരു പോരാട്ടത്തിന്റെ കഥ ഞാൻ പറയാം. ഒരു കഥ പറയുന്നേരം എന്ന പേരിൽ ആ പേരിനെ ഒരു സിനിമയുടെ പേരാക്കി മാറ്റിയ, പ്രകൃതി പോലും പലപ്പോഴും വെല്ലുവിളി സൃഷ്ടിച്ചിട്ടും മനക്കരുത്തുകൊണ്ട് പൂർത്തിയാക്കപ്പെട്ട അനേകം പുതുമുഖങ്ങളുടെ സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരൊന്നൊന്നര കഥ ഞാൻ പറയാം. 2018 തുടങ്ങിയ റിയാസ് സിദ്ദിഖ് എന്ന സംവിധായകന്റെ ഒരു സിനിമ പ്രളയത്തിന്റെ പ്രതിസന്ധികളോട് പൊരുതാനാകാതെ വീണുപോകുന്നു. ക്യാമറയും അനുബന്ധ സൗകര്യങ്ങളുമായി ഷൂട്ടിംഗ് തുടങ്ങിയിടങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ സിനിമാ സംഘാടകർ ഏറെ പണിപ്പെടുന്നു. ഒടുവിൽ സിനിമ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് 2019 പുതുമുഖങ്ങളെ കൂട്ടിച്ചേർത്ത് സെലക്ട് ചെയ്ത് ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ കൊറോണ പടർന്നു പിടിക്കുന്നു. 2020 റിലീസ് ചെയ്യാമെന്ന് ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ സിനിമ ഭാരിച്ച ചിലവുകളിലേക്ക് ഡബ്ബിംഗ് മറ്റു പ്രതിസന്ധികളിലേക്കും മാറുന്നു. കൂടാതെ തിയേറ്ററുകൾ അടച്ചിടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സംവിധായകൻ പ്രതിസന്ധികളെ തരണം ചെയ്ത് സിനിമയെ തിരികെ പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നു. തകർന്നുപോയ മനസ്സുമായി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി സമയമെടുത്ത് സിനിമ പൂർത്തിയാക്കി